ഇന്ന് 16-ാമത്തെ ദിവസം ഉണ്ടായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി 200 ആളായിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഇന്നെ വെളുത്തിച്ച്. വെറും ടീമൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ കണ്ണത്ത് അവിടെ ഉണ്ട്. ബാക്കി നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്നത് ഉഷാറായിട്ട്. ഇതാണ് നമ്മളെ കൃഷിഭവൻ റോഡ്. നല്ല രസമാണ്. ബാഡ് ഹാബിറ്റിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന ഉദാഹരണമായിട്ട് സിഗരറ്റ് വലിക്കുന്ന എടുക്കുക. സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ബസ് ഫറ കോളേജ് ബസ് മൊത്തം ഗുഡ് മോർണിംഗ്. ഇന്ന് അടിപൊളി ദിവസമാണ്. ഇന്ന് 16-ാമത്തെ ദിവസം. അത് പോരാഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി 200 ആളായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു രക്ഷയില്ല, ഹാപ്പിയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ടോ ഈ 200 ആളായി കഴിയുമ്പോൾ എന്തിനാണ് തുള്ളിച്ചാടണത്? അതാണ് നമ്മളെല്ലാവരും പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾക്കുള്ള പാച്ചിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കാണാൻ മറന്നു. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടണം, അതിന് തെറ്റൊന്നുമില്ല, ഓടിയും കൊണ്ട് നിൽക്കണം. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത്. ഇത് ചെറുതെന്നല്ല, എനിക്ക് വലുത് തന്നെയാണ് സംഭവം. അടിപൊളി. നിങ്ങളെ സ്നേഹം തന്നെയാണ് ഇന്നെ വെളുത്തിച്ച്. അപ്പം നമ്മളെ ഫാമിലി ഇനിയും വളരണം, അടിപൊളി ആവണം. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് ആയിട്ടുള്ള ജിമ്മിലേക്ക് നേരെ വിടട്ടോ. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലെത്തി. അതുലിനെ കാത്തിരിക്കുകയാണ്. അൻവറും ടീമൊക്കെ അവിടെ ഉണ്ട്. നമ്മളെ കണ്ണത്ത് അവിടെ ഉണ്ട്. യോട്ടിന് അതിലെത്തി. വാമപ്പൊക്കെ സെറ്റാക്കി. ഇന്ന് ബാക്കിലായിരുന്നു കളി. ബാക്കിൽ നല്ല ഉഷാറായിട്ട് ഞങ്ങൾ ഉണ്ടാവുന്നു ഉഷാറായിട്ട് കളിച്ച്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിടുകയാണ്. ബാക്കി പരിപാടി സെറ്റാക്കണം. അങ്ങനെ വീട്ടിലെത്തി നമ്മളെ സ്ഥിരം റൊട്ടീന് വെള്ളം, സെക്കൻഡ് ബോട്ടിൽ വെള്ളം, പഴം, കോഴിമുട്ട, ഫുള്ള് സാധനങ്ങളും കഴിച്ച് സെറ്റായി. ഇനി നേരെ വർക്കിന് വിടണം. അങ്ങനെ വർക്കിന് പോയി. കറണ്ട് ഇല്ല, ആകെ ഇടങ്ങാറായി. അപ്പം നേരെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. വീട്ടിലേക്ക് നേരെ പോവാണ്. ഇതാണ് നമ്മളെ കൃഷിഭവൻ റോഡ്. നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് സൺസെറ്റ് രക്ഷയില്ലാത്ത വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഹായ്. അപ്പം ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വർക്കൊക്കെ ഏകദേശം തീരുമാനമായി. അപ്പം ഇന്ന് എന്തായാലും ലീവാണ്. നമുക്കിന്ന് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഇതാ ബുക്ക് വായിക്കാം. ബുക്ക് വായിച്ചിട്ട് അടിപൊളി എന്തെങ്കിലും ഒരു അടിപൊളി പോയിന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോൾ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ബുക്ക് വായിച്ചിട്ട് കാണാം. ഓക്കെ. നമ്മൾ ഇന്ന് വായിച്ചെന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ ബാഡ് ഹാബിറ്റിനെ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് മെയിനായിട്ട് ഇന്ന് വായിച്ചെന്ന് മനസ്സിലായത്. ഇതിൽ പറയുന്നത് നമ്മളെപ്പോഴും നല്ല ഹാബിറ്റുകളെ ഇൻവൈറ്റ് ചെയ്യുകയും പിന്നെ നമ്മളെ മോശ ഹാബിറ്റുകളെ ഇമ്പോസിബിൾ ആക്കാനും ശ്രമിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണമായിട്ട് സിഗരറ്റ് വലിക്കുന്ന എടുക്കുക. സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് പല ദോഷവശങ്ങളുണ്ട്. അതിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് വലിക്കുന്നതൊക്കെ എപ്പോഴും ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളത് എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക് ഇതിന്നിങ്ങനെ പതിയെ പതിയെ മാറാൻ തുടങ്ങും. അപ്പോൾ ബാഡ് ഹാബിറ്റിനെ നമുക്ക് സുഖമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ ബുക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി തെളിയിച്ച കാര്യമാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അങ്ങനെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കാൻ ഇറങ്ങി. നമ്മുടെ സ്ഥിര റൂട്ട് രാജാ ഗേറ്റ് ഫറൂഖ് കോളേജ് വഴിയാണ് നമ്മൾ പോകുന്നത്. കർണാടൻ്റെ കൂടെ നൈസായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ബസ് ഫറൂഖ് കോളേജ് ബസ് മൊത്തം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഇത്രയൊക്കെ ബസ് ഇവിടെ ഉണ്ടാവുമെന്ന്. എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അങ്ങനെ ഈ ദിവസത്തെ ഏറ്റവും അവസാനത്തെ ടാസ്ക് കൺഫർമേഷൻ, എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. സെൽഫി എടുത്തിരുന്നു. വർക്കൗട്ട് രാവിലത്തെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 4 ലിറ്റർ വെള്ളം കുടിച്ചു. ഹെൽത്തി ഫുഡായിരുന്നു. 10 പേജ് ബുക്ക് വായിച്ചു. വൈകുന്നേരത്തെ വാക്കിങ് സെറ്റാക്കി. അവസാനം വീഡിയോയും അപ്ലോഡ് ചെയ്തു. ഫുൾ കാര്യങ്ങൾ സെറ്റാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നാളത്തെ അടിപൊളി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. എല്ലാവരും ഗുഡ് നൈറ്റ്.